പ്രഭാതം കേട്ട് സംസാരിക്കും. അതിനുവേണ്ടി സംഭാവന എനിക്കാണ്. നമ്മുടെ ഈ സായാഹ്നം ലോകത്തെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. കോഴിക്കോടും അതോടൊപ്പം ചെയ്യുകയാണ്. ലോകത്തെ സമാധാന കാംക്ഷികൾ, ജനങ്ങൾ, തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇതെങ്ങനെ ഒരു ഭരണകൂടത്തിന്, അമേരിക്കൻ ഭരണകൂടത്തിന് കഴിയുന്നു? ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിലേക്ക് സർവ സൈന്യങ്ങളും ചേർന്നുകൊണ്ട് എല്ലാ അത്യാധുനിക ആയുധങ്ങളുമായി കടന്നു കയറി ആ രാജ്യത്തെ ഭരണാധികാരികൾ, പ്രസിഡന്റ് തന്നെ കുറേ കിടക്കുന്ന സമയത്ത് അർദ്ധരാത്രി 2 മണിക്ക് ആയുധങ്ങൾ ഉപയോഗിച്ച് പിടിച്ചുകൊണ്ട് പോവുകയാണ്, അദ്ദേഹത്തിന്റെ പത്നി ഉൾപ്പെടെ. എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ലോകം എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? മയക്കുമരുന്നാണെങ്കിൽ തന്നെ ഈ ട്രംപിനെ ആരാണ് ഈ ലോകത്തെ മനുഷ്യർ ഏൽപ്പിക്കുന്നത് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്? അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിലും കടന്നു കയറാനും അവിടെ തങ്ങളുടെ ഇഷ്ടാനുസരണം എന്തും നടത്താമെന്നുള്ള രീതിയാണ് ഇന്ന് ട്രംപ് ഭരണകൂടം അമേരിക്കൻ സാമ്രാജ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഇറാഖിൽ കൂട്ട ആയുധങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് കൈയടക്കാൻ വേണ്ടി, അത് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് നേരെ ഇറാഖിലേക്ക് ചെന്ന് അവിടുത്തെ ഭരണാധികാരികളെ കുറിച്ച് തൂക്കിലേശിക്കുന്നത് സദ്ദാം ഹുസൈൻ. അന്ന് പറഞ്ഞതാണ് കൂട്ട ആയുധ ശേഖരമാണ് ഇറാഖിലുള്ളത് എന്നാണ്. അതിനുശേഷം നടന്ന ഒരു അന്വേഷണ കമ്മീഷൻ ഇവരുടെ തന്നെ ആളുകൾ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നേയില്ല, ഒരായുധവും അവിടെ മാസ്റ്റർ പറഞ്ഞ പേരിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നേയില്ല എന്ന് പിന്നീട് വെളിപ്പെട്ടു. പക്ഷെ അത് തെറ്റാണെന്ന് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും 4 ലക്ഷത്തിലേറെ മനുഷ്യരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത് അതിന്റെ പേരിൽ. അപ്പൊ അത് ഏത് രാജ്യത്തും നിന്ന് നടത്താനുള്ളതാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മുഴുവൻ തന്നെ വകവരുത്തി തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ എക്കാലത്തെയും ഉദ്ദേശമായിരുന്നു. ഇതാവട്ടെ ഇപ്പോൾ എണ്ണ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വെനിസ്വേലയുടെ എണ്ണ സമ്പത്ത് എങ്ങനെ തങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാൻ കഴിയും? ചാവോസ് നടത്തിയിരിക്കുന്ന ഒരു നീക്കം അതായിരുന്നു. അവിടെ എണ്ണ സമ്പത്ത് പൊതു ഉടമസ്ഥയിലാക്കി. അപ്പോഴേ തുടങ്ങി ഇത് ശരിയാവില്ല. കാരണം കോർപ്പറേറ്റുകൾക്ക് തങ്ങളുടെ രാജ്യത്തെയും മറ്റു രാജ്യങ്ങളെയും കോർപ്പറേറ്റുകൾക്ക് കൈയടക്കണമെങ്കിൽ ആ സ്വകാര്യ ഉടമസ്ഥത നിലനിന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് പൊതു ഉടമസ്ഥയിലാക്കിയിരിക്കുന്ന എണ്ണ നിക്ഷേപത്തെ പൊതു ഉടമസ്ഥയിലാക്കിയിരിക്കുന്ന ആ നയത്തെ തിരുത്തണമെങ്കിൽ ആ രാജ്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നയം എടുക്കുന്നത്. എന്നിട്ട് ഒരു സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുന്നതാണ് മരിയ. അവരെയാണ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉടനെ തുടങ്ങിയതല്ല, മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന തയ്യാറെടുപ്പുകളാണ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗത്താണ് മരിയയ്ക്ക് ലോകം കുറിച്ച് കൊടുത്തിരിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി സമാധാനമേ ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന, സമാധാനം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എല്ലാതര 5ാം പത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ അട്ടിമറി പ്രവർത്തനം വളരെ മുൻകൂട്ടി തന്നെ ആരംഭിച്ചതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ നടന്നിരിക്കുന്ന അവസാനത്തെ പിടിച്ചുകൊണ്ടുപോകുന്നത്. ജീവിച്ചിരിക്കുന്നതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലോകം. അതുകൊണ്ട് ഏത് രാജ്യത്തും കുതിര കയറാമെന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. അതിന് കാരണം ഒന്നേ ഉള്ളൂ, അമേരിക്കൻ സാമ്രാജ്യത്തോട് ചോദിക്കാൻ, വിലക്കി നിർത്താൻ പറ്റുന്നൊരു ശക്തി ഇല്ല എന്നുള്ളതാണ് മറുഭാഗത്ത്. ഏകധ്രുവ ലോകത്തിന്റെ അങ്ങേയറ്റത്തെ പൈശാചികമായ മുഖമാണ് നമ്മൾ കാണുന്നത്. രാജ്യങ്ങളുണ്ടായിരുന്നപ്പോൾ ചൈനയെ പോലെ മാംസത്തിനെ പോലുള്ള
അധികാരികന്മാർ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ഇത് കഴിയുമായിരുന്നില്ല. അപ്പോൾ തന്നെ വാൺ ചെയ്യുമായിരുന്നു. അന്ന് തന്നെ അമേരിക്കയുടെ പട്ടണങ്ങളിൽ ബോംബ് വീഴുമായിരുന്നു. അത്തരം രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് ചേരി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് അതാണ്. ആ ചേരിയുടെ അഭാവമാണ് ഇത്രയും ഗുണ്ടായിസം ലോകത്ത് കാണിക്കാൻ ട്രംപ് ഭരണകൂടത്തിന് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ വളരെ ഒഴുക്കം മറ്റൊരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. മോഡി പ്രതിഷേധിച്ചിട്ടില്ല, അപലപിച്ചിട്ടില്ല. ട്രംപ് ഭരണകൂടം നടത്തിയിരിക്കുന്ന അങ്ങേയറ്റത്തെ പൈശാചികമായി നീക്കത്തെ ഒന്ന് അപലപിക്കാൻ പോലും ഈ മോഡി ഗവൺമെന്റിന്റെ പ്രസ്താവനയിൽ കഴിഞ്ഞിട്ടില്ല. രക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യം എന്താണ് സ്വേച്ഛാധിപത്യത്തിനും സാമ്രാജ്യത്തിനും പൊന്തിയ രാജ്യമാണ്. അങ്ങേയറ്റത്തെ പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള രാജ്യം. അതിന്റെ ഭരണാധികാരിയായി തിരിക്കുകയാണ് മോഡി. ഇത്രയും വലിയൊരു അതിക്രമം നടന്നിട്ട് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു അതിക്രമം നടന്ന മോഡിക്ക് ഒന്ന് പ്രതിഷേധിക്കാൻ, ഒന്ന് അപലപിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ജീവിക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾക്കാണ് ലജ്ജ തോന്നുന്നത്. അത്തരം സ്ഥിതിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഇനി പല രാജ്യങ്ങളും ഈ ട്രംപിന്റെ ഈ ആക്രമണത്തിന് ഉറങ്ങിക്കിടക്കുന്നവർക്ക് ബോംബ് വർഷിച്ചുകൊണ്ടില്ല ഈ രീതിക്ക് ഇനിയും നാം സാക്ഷിയാകേണ്ടി വരും. അതുകൊണ്ട് കിട്ടാവുന്ന മുഴുവൻ ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധവും രോഷവും പ്രേരിപ്പിക്കേണ്ട തെളിവുകളിൽ രോഷം കൊണ്ട് കുറയേണ്ട ഏറ്റവും വലിയ പ്രചോദനങ്ങൾ നടക്കേണ്ട സന്ദർഭം വന്നിരിക്കുകയാണ്. അതിന്റെ കൂടെ നമുക്കും കോഴിക്കോടിന്റെ ശബ്ദവും കുറെ ഓർക്കാൻ കഴിഞ്ഞാൽ അഭിമാനമുണ്ട്. ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊടുക്കുന്നു.